നമസ്കാരം. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചല്ലോ. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, വിവാദ കോലാഹലങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സൗകര്യം നോക്കി തൃശ്ശൂർ രാമനിലയത്തിലായിരുന്നു അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. സജി ചെറിയാൻ എന്തോ തൃശ്ശൂർ വേറെന്തോ പരിപാടിയുണ്ട്. നവംബർ 1-ാം തീയതി നടത്താനിരുന്ന പ്രഖ്യാപനം ജൂറി ചെയർമാൻ പ്രകാശ് രാജിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് തിങ്കളാഴ്ച 3-ാം തീയതിയിലേക്ക് മാറ്റിയത്. പ്രകാശ് രാജിനെയും സംഘത്തെയും വച്ച അക്കാഡമി ചെയർമാൻ ഉണ്ടല്ലോ, പ്രേംകുമാർ, അയാളും അയാളുടെ കീഴിലുണ്ടായിരുന്ന സംഘത്തെയും പറഞ്ഞു വിട്ട് പുതിയ ആൾക്കാരെ എടുത്തിട്ടായിരുന്നു അവാർഡ് പ്രഖ്യാപനം. ഫലത്തിൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പഴയ ചെയർമാനും ഇല്ല, പുതിയ ചെയർമാനും ഇല്ല. റസൂൽ പൂക്കുട്ടിക്ക് ഇതാ ജോലി, അയാൾ പോയി ബോംബയ്ക്ക്. അങ്ങനെ ചെയർമാന്മാരില്ലാതെ അവാർഡ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു. ദിവ്യ എസ് അയ്യർ ഉണ്ടായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറയാം. പ്രേംകുമാറിനെയോ അജയ് ചന്ദ്രനെയോ വിളിച്ച് ചോദിച്ചാൽ മാത്രം എനിക്കറിയാവുന്ന ചിലർ ഇത്തവണത്തെ ജൂറി പട്ടികയിലുണ്ടായിരുന്നു. എനിക്കല്ലാതെ അറിയില്ല അവരെ. എന്തൊക്കെയോ പേരുകൾ കേട്ടപ്പോൾ ഇതാര് എന്ന് പറഞ്ഞാൽ ഒന്ന് അജയ് ചന്ദ്രനെ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ പ്രേംകുമാറിനോട് ചോദിക്കണം, ഇതാര് ഈ അവാർഡ് ജൂറി കമ്മിറ്റിയിലുള്ളതെന്ന് ചോദിക്കണം. എല്ലാവരും അറിയുന്നത് എന്തിനല്ലേ? അപ്പം തിന്നാൻ പോകുന്നവർ അപ്പച്ചട്ടിയിലെ കുഴി എണ്ണേണ്ട കാര്യമില്ലല്ലോ. അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ജൂറി ഉണ്ടായിരുന്നു, ഇന്ന ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആര് എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. 128 സിനിമകൾ ഇത്തവണ മത്സരിക്കാൻ വന്നു. ഇതിൽ 6 കുട്ടികളുടെ ചിത്രങ്ങളായിരുന്നു. 2 പ്രാഥമിക ജൂറികളെ നിശ്ചയിച്ചു. അവർ 64 സിനിമകൾ വീതം കണ്ട് 128-ൽ നിന്ന് 37 സിനിമകളെ പ്രധാന ജൂറിക്ക് കാണാനായി വിട്ടു. കുട്ടികൾക്കായി മത്സരത്തിന് വന്ന 6 സിനിമകൾക്കും നിലവാരമില്ലാത്തതിനാൽ തള്ളിക്കളഞ്ഞത്രേ ആദ്യ കമ്മിറ്റി. ബാലതാരം ആണും ബാലതാരം പെണ്ണും ഇല്ലാത്തതിനാൽ അവർക്കും അവർ അവാർഡ് കൊടുക്കാതെ തള്ളിക്കളഞ്ഞു. മത്സരിക്കാൻ വന്ന കുട്ടികളുടെ സിനിമകൾ കുട്ടികളുടെ വീക്ഷണകോണിൽ എടുത്തവയല്ല, ഒപ്പം അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കുട്ടികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിട്ടും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ആദ്യ ജൂറി തള്ളിക്കളഞ്ഞതിനെ എങ്ങനെ പ്രകാശ് രാജ് പറയും അതിൽ അഭിനയിക്കാൻ അറിയാവുന്ന ആണും പെണ്ണും ഇല്ലായിരുന്നു കുട്ടികൾ? സിനിമ കാണാൻ പറഞ്ഞവരോട് നിങ്ങളുടെ മുന്നിൽ വന്ന സിനിമകളിൽ നിന്നും ഏറ്റവും നല്ലത് കണ്ടുപിടിക്കാനല്ലേ സാറേ സർക്കാർ പറഞ്ഞത്? അതല്ലേ നിയമാവലി? അതോ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ നിലവാരമുള്ളത് കണ്ടുപിടിക്കാനാണോ നിങ്ങളെ ഏൽപ്പിച്ചത്? ഉത്തരം പറയേണ്ടത് ജൂറിയാണ്. കുട്ടികളുടെ സിനിമ എന്ന കാറ്റഗറിക്കായി എടുക്കുന്ന ഭൂരിപക്ഷ സിനിമകളും തട്ടിക്കൂട്ടുന്ന സാധനങ്ങൾ തന്നെയാകും. അതിന് എനിക്ക് തർക്കമൊന്നുമില്ല. ഇല്ലേൽ ജൂബിലി, ജോയ് തോമസ്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി മുതലായവരെ വച്ചെടുത്ത മനുവങ്കിൾ പോലെ ലക്ഷങ്ങൾ ചെലവിട്ട് എടുക്കുന്ന സിനിമകളാകണം. കുട്ടികൾക്കുള്ള ദേശീയ അവാർഡ് വാങ്ങിയ സിനിമയായിരുന്നു മനുവങ്കിൾ. താരസമ്പന്നമായിരുന്നതിനാൽ തിയേറ്റർ കളക്ഷനും വലുതായിരുന്നു. ജോയ് തോമസിന് ലാഭം കിട്ടിയ പടമാണ്. പിന്നെ ഒരു ചിത്രം മൈ ഡിയർ കുട്ടിച്ചത്തനായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം. അതിലഭിനയിച്ച ബേബി സോണിയയും സുരേഷും അരവിന്ദും അടക്കം 4 കുട്ടികളും നാഷണൽ അവാർഡ് നേടുകയും ചെയ്തു. അപ്പച്ചനും ജോയ് തോമസും ഒന്നുമല്ല ഇപ്പോൾ കുട്ടികളുടെ സിനിമ എടുക്കുന്നത്. കയ്യിലുള്ള തുക മുടക്കി ഒരു കുട്ടി സിനിമ എടുക്കുന്നത് തന്നെ സർക്കാരിൻ്റെ അവാർഡ് തുകയും സ്വപ്നം കണ്ടാണ്. അതിൽ മണ്ണ് വാരി ഇടണ്ടായിരുന്നു എന്നാണ് പ്രകാശ് രാജിനെ അടക്കം ആ ജൂറിയിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മുന്നിൽ വന്ന 6 കുട്ടി സിനിമകളിൽ നിന്നും തമ്മിൽ ഭേദം തൊമ്മനെന്ന് ഏതാണെന്ന് നോക്കിയിട്ട് അവാർഡ് നൽകണമായിരുന്നു. അതാണ് ശരിയായ രീതി. പക്ഷേ നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഈ ജൂറി മെമ്പർമാരിൽ ഒരാൾ പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനായി മാറിയ രഞ്ജൻ പ്രമോദായിരുന്നു. രഞ്ജൻ പ്രമോദ് സംവിധാന കുപ്പായം ഇട്ട സിനിമയായിരുന്നു മോഹൻലാൽ നായകനായ ഫോട്ടോഗ്രാഫർ. 2006-ൽ ഈ സിനിമ അവാർഡിനായി മത്സരിച്ചു. ആകപ്പാട് ഒരൊറ്റ കുഞ്ഞ് അവാർഡ് മാത്രമാണ് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയത്. അതിൽ ബാലതാരമായിട്ട് അഭിനയിച്ച ആദിവാസി കുട്ടിയായ മാസ്റ്റർ മണി എന്ന യുവാവിനായിരുന്നു ആ വർഷത്തെ അവാർഡ്. ഒന്നും വരാത്ത ആ പയ്യന് ആരും അവാർഡ് കൊടുക്കണ്ട എന്ന് പറഞ്ഞില്ല. ആ കൊല്ലം നവാഗത സംവിധായകനായി തിരഞ്ഞെടുത്തത്
തകരച്ചണ്ട ചെയ്ത അവിര റബേക്ക ആയിരുന്നു, രഞ്ജൻ പ്രമോദ് അല്ല. ഒന്നും കൊടുക്കാൻ ഇല്ലാഞ്ഞതിനാലും ബാലതാരങ്ങൾ മറ്റാരും ഇല്ലാഞ്ഞതിനാലും മണിക്ക് ചുക്കറിനടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരിയല്ലേ രഞ്ജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്ന് ജൂറി ചെയർമാനായിരുന്ന TK രാജീവ്കുമാറോ മെമ്പർ സെക്രട്ടറി ആയിരുന്ന KS ശ്രീകുമാറോ ഈ പയ്യൻ്റെ ചന്തിയിൽ കട്ടക്കാരെ മുള്ളിട്ട് കുത്തിയാലും ഒന്നും മരുന്നില്ലല്ലോ, കൊടുക്കണ്ട എന്ന് വാശി പിടിച്ചിരുന്നെങ്കിലോ രഞ്ജ? ഇതൊക്കെ രഞ്ജൻ പ്രമോദെങ്കിലും ഓർക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിലെ പ്രകടനം പ്രൈമറി പിള്ളേർക്കും വേണമെന്ന് വാശി പിടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റായ നിലപാടായിപ്പോയി. 6 സിനിമകളുണ്ടായിരുന്നിട്ട് പോലും ഒരു സിനിമയ്ക്ക് കുട്ടികളുടെ അവാർഡ് കൊടുക്കാത്തത് മോശമായിപ്പോയി എന്ന പക്ഷക്കാരനാണ് ഞാൻ. നിങ്ങളുടെ മുന്നിൽ വരുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് നിയമം പറയുന്നത്. അതാണ് നിങ്ങളിൽ നിക്ഷിപ്തമായ കടമയും. ഇനിയെങ്കിലും സർക്കാർ നിർബന്ധമാക്കണം ഇക്കാര്യം. ഒരു അവാർഡിനും അർഹതയില്ലാത്തവർ ഇല്ല എന്ന് തീരുമാനിക്കാൻ ജൂറിക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്. നിലവാരം അളക്കാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു സ്കെയിലും ആരും തന്നിട്ടില്ലല്ലോ. പുരിഞ്ചിതാ എന്നാണ് എനിക്ക് രഞ്ജൻ പ്രമോദിനോട് അടക്കം പ്രകാശ് രാജിനോടും ഭാഗ്യലക്ഷ്മിയോടും ഒക്കെ ചോദിക്കാനുള്ളത്. അടുത്ത് പറയുന്നത് കേട്ട് എൻ്റെ മെക്കിട്ട് ആരും കയറരുത്. ശശികലയെ പോലെ ജാതി പറയുന്നു, മതം പറയുന്നു ദിനേശ് എന്നും ചാപ്പ കുത്തരുത്. ഞാനൊരു സത്യസന്ധമായ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ദിലീപ് നായകനായി അഭിനയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടം CPM അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി കണ്ടതിന് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ച പെണ്ണും പിള്ളമാരുള്ള നാടാണ് കേരളം. പാപം ബേബി സഖാവ് ശരിക്കും പെട്ട പാട് അക്കാലത്ത് കാണണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ദിലീപിന് സംസ്ഥാന അവാർഡ് ലഭിച്ച TV ചന്ദ്രൻ്റെ കഥാവിശേഷം ഇപ്പോഴാണ് മത്സരത്തിന് വരുന്നതെങ്കിൽ ജൂറിണിയായ ശബ്ദം കടം കൊടുക്കുന്ന മഹതി അടക്കം എന്തായിരിക്കും തീരുമാനിക്കുക? ഈ അധമനല്ലേ, അധമൻ്റെ പടത്തിന് ഇതിൽ ജൂറിയിൽ ഞങ്ങൾ സ്ക്രീൻ ചെയ്ത് കാണാൻ പാടില്ല എന്നല്ലേ പറയൂ. ഈ അധമനെ വെച്ച് സിനിമ എടുത്തത് TV ചന്ദ്രനല്ല, സത്യജിത്രയെ ആയാലും കൊടുക്കാൻ സമ്മതിക്കില്ല എന്നാവും ഇവർ പറയുന്നത്. ദിലീപിൻ്റെ അമ്മ വേഷം ചെയ്ത രാധികയ്ക്ക് ഡബ്ബ് ചെയ്ത് 1,35,000 രൂപ ശമ്പളം വാങ്ങിയിട്ട് ഈ അധമൻ്റെ സിനിമ ഞാൻ തിയേറ്ററിൽ കാണില്ല എന്ന് നെഞ്ചു വിരിച്ചെന്ന് പറഞ്ഞ മഹതിയാണ് ഇത്തവണ ജൂറികളിൽ 1 എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വിധി വരാൻ പോവുകയാണെങ്കിലും വെറുതെ ചോദിക്കുകയാണ്, ദിലീപിൻ്റെ പേരിൽ ചാർത്തിയ കുറ്റം എന്തായിരുന്നു? തൻ്റെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത പടർത്തിയ ഒരു സഹപ്രവർത്തകയെ മോശക്കാരിയാക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണല്ലോ ദിലീപിൻ്റെ ഗൂഢാലോചന കുറ്റമാണല്ലോ ദിലീപിന്. അത് 1.5 കോടിക്ക് അഡ്വാൻസ് 10,000 രൂപ അഡ്വാൻസ് വാങ്ങി 3 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കിയത്രേ. അഡ്വാൻസ് കൊടുക്കുമ്പോൾ അയാളുടെ കുടുംബം, ദിലീപിൻ്റെ കുടുംബം ശിഥിലമായിട്ടില്ല. 3 വർഷം മുമ്പ് വാങ്ങിയ 10,000 രൂപ അന്ന് തന്നെ വെള്ളമടിച്ച് തീർത്തിരിക്കാം ഈ പറയുന്ന പൾസർ സാർ. 3 വർഷം കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷൻ ക്യാമറയ്ക്ക് ഇറങ്ങുന്നു, ഇന്ന് രാത്രി നടിയുടെ കാറിനെ ഫോളോ ചെയ്യാൻ ഒരു ട്രാവലർ പിടിക്കണം, പിന്നെ 6-7 പേർക്ക് ചിലവിനും വേണം. 1.5 കോടി കൊട്ടേഷന് 1% അഡ്വാൻസ് ആണെങ്കിലും 15,000 രൂപ തരേണ്ടതായിരുന്നു, തന്നില്ല. ഇപ്പോൾ ഒരു 50,000 എങ്കിലും വേണമെന്ന് സ്വബുദ്ധിയുള്ള ആരായാലും പറയും. എഗ്രിമെൻ്റ് ഒന്നുമില്ലാത്ത ഒരു കൊട്ടേഷൻ ആയതിനാൽ 1.5 കോടിയുടെ 1/3 ഒരു 50 ലക്ഷം തരണം എന്നെങ്കിലും പറയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്വേഷണ സിംഹങ്ങൾ ദിലീപിൻ്റെ 2 സിം കാർഡ്, അനുജൻ അനൂപിൻ്റെയും ദിലീപിൻ്റെ PA ആയ അപ്പുണ്ണിയുടെയും അളിയൻ അഡ്വക്കേറ്റ് സൂരജ് മുതലായവരുടെ ഫോൺ നമ്പറുകൾ 3 വർഷക്കാലം എങ്ങോട്ടൊക്കെ വിളിച്ചു, ആരൊക്കെ വിളിച്ചു, ഇങ്ങോട്ട് തിരിച്ച് ആരൊക്കെ വിളിച്ചു എന്ന് പരിശോധിച്ചപ്പോൾ ഈ സാധുവായ കൊള്ളക്കാരൻ ഇവർ അയാളെയോ വിളിച്ചിട്ടില്ല. എന്നിട്ടും ഈ അധമനായ ദിലീപിനെ 88 ദിവസം പിടിച്ച് ജയിലിലിട്ടല്ലോ. പറയാൻ വന്നത്, ഈ ഗൂഢാലോചന നടത്തിയ അധമൻ്റെ സിനിമ മത്സരത്തിന് വന്നിരുന്നെങ്കിൽ നമ്മുടെ ശബ്ദക്കാരി അടക്കം എന്തെല്ലാം പൊല്ലാപ്പ് കാണിച്ചേനെ. അത് വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതിയും കഥാവശേഷനുമായിരുന്നല്ലോ. മികച്ച നടനായ ദിലീപ് ഇത്തവണ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ പിണറായി ദിലീപിന് ശില്പമെടുത്ത് നീട്ടുമോ? ഒരിക്കലും ചെയ്യില്ല. കാരണം ഗൂഢാലോചനയിലുണ്ടായിരുന്നു. എന്നല്ല, ദിലീപിന് അർഹതപ്പെട്ടതാണെങ്കിലും ഈ ജൂറിയും മികച്ച നടനാക്കില്ല. കാരണം അവർക്ക് ഡയറക്ഷൻ പോകുമല്ലോ, അയാളെ പടം തള്ളിക്കളയണം. എന്നാൽ ആദ്യം ലഹരി പിടിക്കുന്നു, പിന്നെ പുലിനഖം പിടിക്കുന്നു, കണക്കിപ്പെടാത്ത ലക്ഷങ്ങൾ പിടിക്കുന്നു.
താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ആയുധങ്ങൾ പിടിക്കുന്നു. കേസാകുന്നു. കേസെടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വനം മന്ത്രി തന്നെ വഴക്ക് പറയുന്നു. പയ്യന്മാരല്ലേ, പ്രായമതല്ലേ, നമ്മുടെ പിള്ളേരല്ലേ എന്ന് സാംസ്കാരിക മന്ത്രി തന്നെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ പാടാനും അവസരം കൊടുക്കുന്നു. അപ്പോൾ അതാ വരുന്നു അടുത്ത പാര, ബലാത്സംഗം, സ്ത്രീ പീഡനം. അതും ആപ്പോ ഊപ്പയല്ല പരാതി പറഞ്ഞത്, ഡോക്ടറും കോപ്പും ഒക്കെയാണ്. കേൾക്കേണ്ട താമസം പാട്ടുകാരൻ, കലാകാരൻ, നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവൻ ഒളിവ് പോകുന്നു. മുൻകൂർ ജാമ്യം കിട്ടും വരെ ഒളിവിലാവുന്നു. ഒളിക്കുന്നതിനൊക്കെ ജാമ്യം പെട്ടെന്ന് കിട്ടുന്ന നാടാണ് കേരളം. അപ്പം മറ്റൊരു പ്രശ്നം, ഈ പാട്ടുകാരന് വിദേശത്ത് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. ദിവസവും സ്റ്റേഷനിൽ ചെന്ന് നല്ല പിള്ളയായി ഒപ്പിടുകയും വേണം. ഇതാണ് കണ്ടീഷൻ ജാമ്യം കൊടുത്തപ്പോൾ. പിന്നെയും കോടതി ചെന്നു. പയ്യൻ്റെ പാസ്പോർട്ട് മടക്കി കൊടുക്കടാ എന്നായി കോടതി. അവന് വിദേശത്തൊക്കെ പോകണ്ടല്ലേ, അവിടെ പല പെമ്പിള്ളേരും കാത്തിരിക്കുക. ഏത് ഈ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും വേണ്ടാത്ത പണിക്കെല്ലാം. കൊടു പാസ്പോർട്ട് എന്നായി കോടതി. കൊടുത്തു. പിന്നെ പയ്യൻ എല്ലാ ദിവസവും തിരക്കാണ്. അവന് ഒരുപാട് പെണ്ണുങ്ങളെയൊക്കെ കാണാനുള്ളതാണ്. നീയൊക്കെ വിളിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ CI വരണവരെ പോലീസ് സ്റ്റേഷനിലൊന്നും വന്ന് നിൽക്കാൻ ഒക്കില്ല. യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പറ്റിയ പാട്ട് എഴുതണം. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ മന്ത്രിമാരോടൊപ്പം ഒക്കെ കറങ്ങണം സ്റ്റേജിലൊക്കെ. പിന്നെ ഈ വഴി കാണുന്ന കൂതറ പെണ്ണുങ്ങളെല്ലാം കെട്ടിപ്പിടിക്കാൻ നിന്ന് കൊടുക്കണം. അവന് ഭയങ്കര തിരക്കാണ്. എന്ന് നിൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ അടുത്ത് വന്ന് ഒപ്പിടാനൊന്നും പയ്യന് കഴിയില്ല. നിങ്ങൾ വിളിച്ചാൽ സമയമുണ്ടെങ്കിൽ വരും. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ശരിയാമാനെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഈ നാട്ടിൽ ചിലർക്ക് അങ്ങനെയാണ്. ഇപ്പോഴിതാ പയ്യന് മികച്ച ഗാനരചനയ്ക്കുള്ള സർക്കാർ അവാർഡ് ഒരു ബാറ്റ കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തു. എനിക്കിപ്പോൾ മനസ്സിലൊരു പ്രാർത്ഥന, ഭാസ്കരൻ മാഷും വയലാറും യൂസഫലിയും ഒ.എൻ.വി. കുറുപ്പ് സാറുമൊക്കെ മൺമറഞ്ഞത് നന്നായി. കാരണം അല്ലെങ്കിൽ ഈ പെണ്ണുപിടിയും ചെറുക്കൻ്റെ കൂടെ ആയിരുന്നു ഇവരൊക്കെ മത്സരിക്കേണ്ടിയിരുന്നത് പാട്ടിൽ. നാണം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഈ ജൂറിക്ക് അവിടെ ഈ ശബ്ദം കൊടുക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ദിലീപിനെ അധമൻ എന്ന് 1000 വട്ടം വിളിച്ചവൾ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ. എങ്ങനെ ഈ സ്ത്രീക്ക് തോന്നി ഈ ബലാത്സംഗ വീരന് മികച്ച ഗാനരചയിതാവിൻ്റെ അവാർഡ് കൊടുക്കണമെന്ന്? നാണം ഉണ്ടെങ്കിൽ ഈ സ്ത്രീ പറയൂ. ഇനി അവരെ പുറത്തിറങ്ങി വാചാടിക്കുമോ? പിണറായി പറയും പോലെ 55 നെഞ്ചുകൾ വിരിപ്പൊക്കെ വെച്ച് 6 ആളുകൾക്കുള്ള നാക്കുമൊക്കെ എടുത്ത് ചാടിച്ച് ഇനി പറയാൻ പറ്റുമോ ഇവിടുത്തെ പീഡന കഥകൾ? അവർ കൂടി ജൂറി ചെയർമാനായിരുന്നുകൊണ്ട്, ജൂറി ചെയർപേഴ്സണായി അല്ല മെമ്പറായിരുന്നുകൊണ്ട് പ്രകാശരാജിന് ഇത് അറിയില്ല എന്ന് വയ്ക്കാം. ഈ ചെറുക്കൻ അറിയില്ലായിരിക്കാം. പക്ഷേ ബാക്കി പോയ എല്ലാത്തിനും അറിയാമല്ലോ ഇവൻ ബലാത്സംഗ കേസിലെ പ്രതിയാണ്. കോടതി അവനെ വെറുതെ ഒന്നും വിട്ടില്ലല്ലോ. ഗൂഢാലോചന നടത്തി എന്നുള്ള, വർഷങ്ങൾക്ക് മുമ്പ് ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിനെ പിടിച്ചകത്തിടാം, ദിലീപിന് ജാമ്യം നിഷേധിക്കാം, ദിലീപിനെ സർക്കാരിന് മാറ്റി നിർത്താം. അതിന് ഈ പെണ്ണും പിള്ളയ്ക്കൊക്കെ കൈയടിക്കാനും അറിയാം. പക്ഷേ ഒരു ബലാത്സംഗ വീരൻ ചെറുക്കാൻ പുലിനഖവും കഞ്ചാവും ഒക്കെ പിടിച്ചാലും അവൻ അവാർഡ് കൊടുക്കാൻ ഈ സ്ത്രീക്ക് ഒരു മടിയില്ല എന്നുള്ളതാണ്. ഇവരെപ്പറ്റി പറഞ്ഞെങ്കിൽ ഒരുപാട് പറയണം. ബറോസിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റിന് ഒരു പുരുഷനാണല്ലോ അവാർഡ് കൊടുത്തത്. ഒരുത്തൻ്റെ ശബ്ദം എടുത്തിട്ട് കമ്പ്യൂട്ടറില്ലാതെ ഞാനാക്കിയിട്ടാൽ ആ മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്ന, ബറോസിൻ്റെ കൂടെ നടക്കുന്ന ഒരു കുട്ടി പ്രതിമിക്കാണല്ലോ ശബ്ദം കൊടുത്തേക്കണ്ടേ. ഞാൻ കേൾക്കട്ടെ, ഈ വന്ന 126 സിനിമയിൽ ഒരൊറ്റ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെയും ശബ്ദം ഇല്ലേ അവാർഡ് കൊടുക്കാൻ പറ്റിയേ? ഇവർ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ നേതാവാണല്ലോ. അടുത്ത വർഷം മത്സരത്തിൽ ഡബ്ബിങ് യൂണിയനിൽ അവിടുന്ന് പണങ്ങിയൊക്കെ പോയാണല്ലോ FFKയുടെ. വീണ്ടും കയറാനുള്ള ശ്രമം നടത്തുകയാണ്. ഇവരെന്താ പറയാത്തത്? അങ്ങനെ ആ മിമിക്രി കാണിക്കുന്നതിനല്ല കൊടുക്കുക. കാരണം എൻ്റെയോ നിങ്ങളുടെയോ ആരുടെ ശബ്ദം എടുത്ത് കമ്പ്യൂട്ടറിൽ കയറ്റിയാലും ഇങ്ങനെ മാറ്റാം. ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ മികവല്ല അത് കമ്പ്യൂട്ടറിൻ്റെ കഴിവാണ്. അവാർഡ് കമ്പ്യൂട്ടറിനാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ തരം കണ്ടതുപോലെ കളിക്കുന്നവരാണ് ഈ ജൂറിയിലുണ്ടായിരുന്നത്. അതൊന്നും പാവം പ്രകാശ് രാജ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. നന്ദി, നമസ്കാരം.